അറിയട്ടെ, എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഒന്നുമില്ലെങ്കിൽ ഒരു ഷൂട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയുടെ ഷൂട്ടായിരിക്കും, അങ്ങനെ അങ്ങനെ ഇങ്ങനെ കണ്ട് പിന്നെ എനിക്ക് നല്ല വിഷമമായിരുന്നു എനിക്ക്. കാരണം ഇവളെ വിട്ട് പിന്നിട്ട് ഒരു മൊമെൻ്റ് പോലും എനിക്കില്ലായിരുന്നു. ഒരു തരം മാനിയ പോലെയായിരുന്നു. എന്താ പറയുക, ഇവളൊരു അരമണിക്കൂർ എനിക്ക് കണ്ടിന്യൂ 125 കോൾ വിളിക്കുമായിരുന്നു. പക്ഷെ കോവിഡ് ടൈമിൽ അതെനിക്ക് മാറി, ഒരു മെൻ്റൽ പോലെയായിരുന്നു. ഇപ്പോൾ കോളേജ് എത്തിയത് മെസ്സേജ് അയച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അത് മാറിയത് കോവിഡിന് ഇവള് ചെന്നൈയിൽ പോയി മാറി നിന്നപ്പോൾ കുറച്ച് മാറി. പിന്നെ കല്യാണം കഴിച്ച് വിടുന്നതിൽ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അത് മാറിയത് എപ്പോഴാണെന്നറിയോ, ഇപ്പോൾ ഡാൻസ് ക്ലാസ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് ഹാപ്പിയായി. കാരണം എന്തും കാണാമല്ലോ, അങ്ങനെ അവൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വരാമല്ലോ. അങ്ങനെ എന്താ പറയുക, നല്ല ജീവിതം ഉണ്ടാവട്ടെ, സന്തോഷം. നിങ്ങളെയൊക്കെ കാണുന്ന അതിലേറെ സന്തോഷം. ഒരു അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷമാണല്ലോ മകളുടെ കല്യാണം. ഒരുപാട് ഭയങ്കര ഡ്രീമായിരുന്നു. കാരണം അവൾക്ക് ഈ കല്യാണം, അങ്ങനെ ഒരു കല്യാണത്തിനെ പറ്റി ചിന്തിക്കുമല്ലോ. കല്യാണപ്രായം ആവുമ്പോൾ അവളിങ്ങനെ പറയും, എൻ്റെ കല്യാണത്തിന് ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്നാകുമ്പോൾ ഇങ്ങനെ കൂപ്പി കൊടുക്കുമ്പോൾ കണ്ടു തുറക്കുമ്പോൾ നിറച്ച് ജനം, ആ ഫുൾ ചെയർ നിറയെ ആളുകളായിരിക്കണം. എനിക്ക് അങ്ങനത്തെ ഒരു കല്യാണമാണ് വേണ്ടതെന്ന്. കാരണം അവർക്ക് തന്നെ അറിയാം, ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്നിട്ട് 30 കൊല്ലമായി. ഞാനിങ്ങനെ സൂപ്പർ ഡാൻസ് 2004 അമൃത സൂപ്പർ ഡാൻസറിലൂടെ വന്ന് അങ്ങനെ മീഡിയയിൽ വന്ന് അങ്ങനെ എന്താ പറയുക, ഈ ഒരു ഡ്രീമായിരുന്നു കല്യാണം ഇങ്ങനെ ആയിരിക്കണം. പിന്നെ ഞാനെപ്പോഴും, ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, പക്ഷെ ഞാനെപ്പോഴും പറയും, നമ്മളെ ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഒരു ഹിന്ദു ചെക്കനെ കല്യാണം കഴിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ഒരു ഹിന്ദു ചെക്കനെ കണ്ടെത്തണമെന്ന് ഞാൻ പറയാറുണ്ട്. എനിക്കിങ്ങനെ ഹിന്ദു കല്യാണം ഭയങ്കര ഇഷ്ടമാണ്, സദ്യ ഇഷ്ടമാണ്, പിന്നെ അവരുടെ ഈ ചടങ്ങുകളൊക്കെ ഇഷ്ടമാണ്. ഞാൻ ക്രിസ്ത്യനാണെങ്കിൽ എനിക്കതിന്, കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഹിന്ദുസാണ്, അതൊക്കെ കണ്ടിട്ടായിരിക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുപോലെ അവർക്ക് ഹിന്ദു ചെക്കനെ കിട്ടി, ഹിന്ദു കല്യാണം നടന്നു. പിന്നെ ഒരുപാട് ഡ്രീം ഉണ്ടായിരുന്നു, അതെല്ലാം ഇന്ന് സക്സസ് ആയ ഒരു വലിയൊരു ദിവസമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ഇത്രയും ജനം വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്കൊരു നിറഞ്ഞു കണ്ടപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെ അതിനെപ്പറ്റി പറയണ്ടേന്ന്, ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെ വരണമെന്ന് എനിക്കറിയില്ല. അതുപോലെ എനിക്കിതിന് നമ്മൾ 1 to 3,000 എന്ന നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ 1 to 3,000 ആൾക്കാർ വന്നിട്ടുണ്ട് കല്യാണത്തിൽ. അത് എങ്ങനെയാണ് ദൈവത്തിന് നന്ദി പറയുന്നത്, മാത്രം ഹാപ്പിയായി, ഒരുപാട് സന്തോഷം. എനിക്ക് ഇട്ടുകൊടുത്ത മാലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ല, എന്താ സംഭവം? ശരിക്കും ഞാൻ 2 മാല എൻ്റെ മക്കൾക്ക് കല്യാണമാകുമ്പോൾ ഇട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നു. 30 കൊല്ലമായി മാല മേടിച്ചത്. എൻ്റെ അമ്മയും എൻ്റെ ബ്രദറും കൂടിയാണ് ആ മാല എൻ്റെ കല്യാണത്തിന് എനിക്ക് വാങ്ങിയത്. 30 കൊല്ലമായി. പക്ഷെ ഇപ്പോഴും നല്ല പുതുമയുടെ നിങ്ങൾ കണ്ടാണ്, താഴെ ഒരു വലിയ മാലയും അതിന് തൊട്ട് മേലെയിട്ട പാലക്കയും എൻ്റെ കല്യാണത്തിനിട്ട മാലയായിരുന്നു. ഇപ്പോൾ ഈ ഇട്ട ഗോൾഡെല്ലാം ഞങ്ങൾ കൊടുത്ത ഗോൾഡും, ആദ്യം ഇട്ട ഗോൾഡ്, ഫസ്റ്റ് സ്റ്റേജ് എൻട്രിയിൽ ഇട്ട ഗോൾഡ് ABC എന്ന AGDC കറക്റ്റ് പേര് AGD ഗോൾഡ്, സോറി, ആദ്യം ഇട്ടത് AGD ഗോൾഡാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു സ്വപ്ന സാബല് ഞാനയുടെ അച്ഛനും. വിഷമമുണ്ടോ? വിഷമം ഇല്ലായില്ല, എന്നാൽ ഹാപ്പിയാണ്. കാരണം നമ്മൾ അടുത്തോടെ ഒരു ബൈബിൾ വെച്ചേക്കുന്നതല്ല, നമ്മൾ അറിഞ്ഞോണ്ടൊരു കാര്യമില്ലല്ലോ. ഹാപ്പി ഇതല്ലേ. ഇനി നമുക്ക് വിഷമം വരണേന്ന് പറഞ്ഞാൽ നാളെ ആയിരിക്കത്തില്ല, 3rd ഡേ മുതൽ. നാളെ അവരിവിടെ കാണുമല്ലോ, നമ്മൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് കാണും. പക്ഷെ 3rd ഡേ മുതൽ ആളുടെ പ്രസൻസ് അവിടെ ഇല്ലായ്മ, പിന്നെ അവർ തമ്മിൽ കലിപ്പായില്ലെങ്കിലും വിഷമം വരും, ഇടയ്ക്ക് ഒരു അടിപിടിയൊക്കെ വേണം. ഒരു മകളുടെ കല്യാണമാണ് അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ആ ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഓർക്കാൻ പറ്റുക ഇപ്പോൾ പെട്ടെന്ന്? ഓർക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ആ മോളിങ്ങനെ വേറെ വീട്ടിലോട്ട് പോയതൊരു ഫീലില്ല നമുക്ക്. എന്തായാലും അങ്ങനെയൊക്കെ അതാ പറയാൻ പറ്റുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ മാറി അറിയാൻ പറ്റും എന്താണെന്ന്. ഇതിപ്പോൾ എന്താ, നല്ല ചെണ്ടമേളവും ബാൻഡ് മേളവും അവിടെ നമ്മൾ വിളിച്ചത് നമ്മളെ നല്ല ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആർട്ടിസ്റ്റ് എല്ലാവരും തന്നെ വന്നു, ആരും ഒഴിവായില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ആ VIP ആർട്ടിസ്റ്റ് പോലെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങൾ ഒരുപോലെ കാണുന്നത്. അപ്പോൾ മറ്റൊരാരും ഒന്നും എല്ലാവരും സഹകരിച്ചു, എല്ലാവരും കൂട്ട് വെച്ചിട്ടാണ് പോയത്. പിന്നെ ഒരുപാട് സ്കൂളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. ഞങ്ങളുടെ ബിസിനസ് മറ്റേ ഡാൻസ് കോസ്റ്റ്യൂംസ് രണ്ടിലാണ് ഞങ്ങളുടെ ബിസിനസ്. അപ്പോൾ ഞങ്ങൾ ഏതൊക്കെ സ്കൂളിൽ എത്രയൊക്കെ അധ്യാപകരെ വിളിച്ചു, അവരെല്ലാം അതെ അടിമകളും ഉണ്ടാവും. എന്നാലും അടുത്ത വിളിക്കുമ്പോഴത്തേക്കും ഒരു കുടുംബത്തിലെ കാര്യങ്ങളല്ലേ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഒരുപാട് പേര് സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു
തെളിവാണ് ഇന്ന് വന്ന ജനം. ആ നമ്മൾ പ്രതീക്ഷിച്ചില്ല, കാരണം പല തിരക്കുള്ളവരും വന്ന് അതെ അതെ. പേരെടുത്ത് പറയാൻ പറ്റുമല്ലോ. അപ്പം എല്ലാവരും നമ്മുടെ VIP-കളാണ്. സാധാരണ അൽസാദിൽ സദ്യക്ക് തിരക്കുണ്ടാവാറില്ല, കാരണം വലിയ ഹോളാണല്ലോ. ആദ്യമായിട്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു തിരക്ക് കാണുന്നത്. അത്ര ആൾക്കാർ അതല്ല അവരെ എന്ന് വെച്ചാൽ ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് ഇവിടെ തിരുവനന്തപുരത്ത് വന്നതാണെങ്കിലും ഞങ്ങൾ ഇന്ന് ഇപ്പം ഞാൻ ഈ മോളെ ഇന്ന് കാണുവാണെങ്കിൽ ഈ മോൾ ഒരിക്കലും ഞങ്ങളെ മറക്കൂല. ഞങ്ങൾ അതുപോലെയാണ് എല്ലാവരും. ഞങ്ങളിപ്പോൾ പൊങ്ങച്ചോന്ന് പറയണല്ല, എല്ലാ മനുഷ്യരെയും ഹൃദയത്തോട് ചേർത്ത് വെക്കും. അവരൊരിക്കലും മറക്കാത്ത രീതിയിലും അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള സ്നേഹം ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങളുടെ സ്നേഹം അവർക്ക് കിട്ടണ രീതിയിൽ അവരെ ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റിൽ എത്തിച്ചിരിക്കും. ആ രീതിയിൽ ഒരാളെ വിടുള്ളൂ. എല്ലാവരും ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഉള്ളിൽ തന്നെ ഒരു സത്യസന്ധമായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്ന സ്നേഹം മറ്റുള്ളവർക്ക്. അതാണ് ഇതാണെന്ന് എനിക്ക് ഇന്നത്തെ തിളക്കം അല്ല ഇന്നത്തെ തിരക്കെന്ന് പറയുന്നത് അത് തന്നെയാണ്. കുഞ്ഞിലെ പോലുള്ള മാസ്റ്ററും നമ്മുടെ കൂടെ ഉണ്ട്. അതെ, ഇത് നയനയുടെ ഡാൻസ് മാസ്റ്ററാണ്. 2007 അമൃത സൂപ്പർ ഡാൻസറിന് ഇദ്ദേഹം ഒരു 60 ഡാൻസ് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു. ഒറ്റ പൈസ വാങ്ങാതെ 60 ഡാൻസും ഫ്രീ ആയിട്ട് പഠിപ്പിച്ച ഒരു നല്ല മനസ്സിൻ്റെ ചെറിയ ഉടമയാണ്. അമ്മാമ്മയ്ക്ക് എന്താണ് ഈ അവസരം പറയാനുള്ളത്? ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഒരു വിഷമമില്ല. എന്നാന്ന് വെച്ചാൽ അവളിപ്പോൾ ഡാൻസ് ക്ലാസ് തുടങ്ങിയേക്കണേ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ഈ കുട്ടികൾ 2 ദിവസവും എൻ്റെ അടുത്ത് വരും. ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിച്ചു, അത് ഉറപ്പാനിക്ക്. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമമില്ല. പിന്നെ വിഷമമുണ്ട്, ഞാനും അവളും കൂടെ ആയിരുന്നു. എൻ്റെ വലം കൈ അവളും, അവളുടെ വലം കൈ ഞാനുമായിരുന്നു. എല്ലാ സീരിയലിലും പിന്നെ റിയാലിറ്റി ഷോയ്ക്കും എല്ലാം ഞങ്ങൾ കോവിഡ് കാലത്ത് ചെന്നൈയിൽ പോയി കിടക്കാറുണ്ട്. 6 മാസം അവിടെ കുടുങ്ങിപ്പോയി ഈ കോവിഡ് ആയതുകൊണ്ട്. അങ്ങനെ അവളെയും കൊണ്ട് നടന്നത് മുഴുവൻ ഞാനാണ്. ഇവളുടെ ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു പരുവായി കഴിഞ്ഞപ്പോൾ അവളുടെ കൂടെ ഞാനായിരുന്നു. അങ്ങനെ ആ ഒരു മിസ്സിങ് ഉണ്ട് എനിക്ക്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ ആനന്ദം ക്യാറ്റേഴ്സ്. അവർ നമ്മൾ വിചാരിച്ചതിൻ്റെ 10 മടങ്ങ് ആ സദ്യയൊക്കെ വളരെ